ഈ FCRA ബില്ലിൻ്റെ കാര്യത്തിൽ എനിക്ക് കേന്ദ്ര സർക്കാരിനോട് കടുത്ത അമർഷമുണ്ട് കേട്ടോ. ഞാനിതാ ഇവിടെ രേഖപ്പെടുത്തുന്നു. അതെന്തിനാ ഈ വെച്ചോണ്ടിരിക്കുന്നത്? എടുത്തങ്ങോട്ട് അലക്കാൻ മേലേ? ഇതെന്തിനാ ഈ മാറ്റി വെച്ചിരിക്കുന്നത്? മനസ്സിലാകുന്നില്ല. അതങ്ങോട്ട് പാസ്സാക്കി നിയമമാക്ക്. ഇത്രയും നല്ല ബില്ല് വന്നിട്ട് ആരെ ബോധിപ്പിക്കാൻ വേണ്ടി ഈ മാറ്റി വെച്ചിരിക്കുന്നത്? അതിൻ്റെ അകത്ത് എന്താ കുഴപ്പം? ഇവിടെ കുറേ ആൾക്കാർക്ക് പേടിയുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? അവർ തെറ്റ് ചെയ്യുന്നുണ്ട്, അത്രയല്ലേ ഉള്ളൂ. തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഒരു വിഭാഗത്തെ മാത്രം ബാധിക്കുന്ന കാര്യമല്ലല്ലോ. എല്ലാ മതങ്ങളിലും ഈ പറഞ്ഞ പോലെ സന്നദ്ധ സംഘടനകളും ഒക്കെ ഇല്ലേ? അവരൊക്കെ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നില്ലേ? അവരുടെയൊക്കെ കണക്ക് കാണുമായിരിക്കും. കണക്കുള്ളവരത് കാണിക്കും. അവരുടെ രജിസ്ട്രേഷൻ അവർ പുതുക്കുകയും ചെയ്യും. ബാക്കിയുള്ളവർക്ക് പേടിയാ. വിദേശത്തുനിന്ന് ഫണ്ട് സ്വീകരിച്ച് ആ ഫണ്ടിന് ബെൻസയിലും ഓടിയാലും ഒക്കെ കറങ്ങി നടക്കുന്നവർക്ക് ചിലപ്പോൾ കണക്ക് കാണിക്കാൻ പറ്റത്തില്ലായിരിക്കും. കാണിക്കേണ്ടെന്ന് വേണ്ട. അപ്പോൾ അവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാൻ പറ്റത്തില്ല. അവരുടെ സ്ഥാപനങ്ങളൊക്കെ എടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പോവുമായിരിക്കും, കണ്ടു കെട്ടട്ടെ. അതുമല്ല, ഈ ഫണ്ട് ഉപയോഗിച്ചിട്ട് രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ, തീവ്രവാദ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നുണ്ടോ, ഇതൊക്കെ അറിയണ്ടേ? അത് ഇത്രയും നല്ല ബില്ല് വന്നിട്ട് അതെടുത്ത് മാറ്റി വെച്ചിരിക്കുക. ആരെ ബോധിപ്പിക്കാണ്ട് അതെടുത്ത് അങ്ങോട്ട് അലക്കാനുള്ളതിന്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് സാറ് പറയുന്നത് കേട്ട് സഭ എന്നെ തഴഞ്ഞു, എനിക്ക് കൃത്യമായിട്ട് വോട്ട് കിട്ടിയിട്ടില്ല, ഇനി കറക്റ്റായിട്ട് വോട്ട് കിട്ടിയില്ലെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കേന്ദ്രത്തിൽ അമിത്ഷായൊക്കെ എന്നോട് ചോദിക്കുക, ഇന്ന പോലെ ഈ ദീപിക പത്രത്തിലൊക്കെ എന്താ ഇത് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അവരോട് ഞാൻ എന്ത് പറയും എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മതനേതാക്കൾക്ക്, അതായത് ഈ മതത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്കാണ് ഈ പേടിയും ഭയം എന്നാണ് തോന്നുന്നത്. അവരൊക്കെയാണ് ഈ പ്രതികരിക്കുന്നത് കണ്ടത്. സാധാരണ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് ഇതൊരു പ്രശ്നമേ അല്ല. അവർ ഈ ബില്ലിനെ അനുകൂലിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അവർക്കും കാണുമായിരിക്കുന്നേ, അവരും കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. ഈ വിദേശത്തു നിന്നൊക്കെ ഈ ഫണ്ട് വന്നിട്ട് ഇതിൻ്റെ കണക്ക് എവിടെ? ഈ പ്രതികരിക്കുന്ന ആൾക്കാരുടെ വെപ്രാളം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം കോഴി കട്ടവൻ്റെ തലയിൽ തൂവലുണ്ടാവുന്നു.